വീഡിയോ എന്താണെന്ന് വെച്ചാൽ പ്രിപ്പ് ആൻഡ് പ്ലസ് സ്റ്റഡി ടിപ്സ് ആണ് കേട്ടോ. ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റഡി ടിപ്സ് ചെയ്യുമെങ്കിൽ ഡെസ്ക് ടൂറും ചോദിച്ചിട്ടുണ്ട്, റൂം ടൂറും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഡെസ്ക് ടൂർ ഉടനെ തന്നെ ചെയ്യാം ആൻഡ് സ്റ്റഡി ടിപ്സും ഇതിൽ ഉൾപ്പെടുത്താം. ആദ്യം തന്നെ നമ്മൾ പ്ലാൻ ചെയ്യാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. എനിക്ക് യൂട്യൂബിൻ്റെ കോണ്ടൻറ്റും പ്ലാൻ ചെയ്യണമായിരുന്നു, പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതും പ്ലാൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ ഫസ്റ്റ് നമ്മുടെ സ്റ്റഡി ടിപ്പും കൂടി പറയാം കേട്ടോ. നമ്മുടെ ഫസ്റ്റ് സ്റ്റഡി ടിപ്പാണ് ഇന്ന് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഏത് സബ്ജക്റ്റാണ് പഠിക്കാൻ പോണത്, ഈ പഠിക്കാൻ പോണത് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കാൻ പോവാണ്. എന്തൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒരു സ്റ്റിക്കി നോട്ട് ഉണ്ടെങ്കിൽ അതിലെഴുതുക. സ്റ്റിക്കി നോട്ട് ഇല്ലാത്തവരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ഏതെങ്കിലും ഒരു പേപ്പർ എടുത്ത് അതിലെഴുതി അതൊന്ന് ജസ്റ്റ് കാണുന്ന സ്ഥലത്ത് ഒട്ടിച്ച് വെച്ച് അല്ലെങ്കിൽ ഒരു ബുക്കിൽ എഴുതിയിട്ട് സൈഡിൽ വെച്ചാലും മതി. അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും മറന്നൊന്നും പോകത്തില്ല അടുത്തത് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റഡി ടിപ്പാണ് മേക്ക് എ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരു ദിവസമാണ് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ 2 ദിവസമുണ്ട്, 1 വീക്ക് ഉണ്ട്, 1 മന്ത് ഉണ്ട്, എത്ര ദിവസമാണെങ്കിലും നിങ്ങൾക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് എല്ലാം പഠിച്ചു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. സ്വയം ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കൺസേണൊക്കെ ഏതെങ്കിലും ChatGPTയോ ജെമിനിയോ അങ്ങനെയുള്ളതിനോട് പറഞ്ഞാൽ മതി, അവർ ഉണ്ടാക്കി തരും. ഞാനങ്ങനെ വീഡിയോ ഉണ്ട്, അതും സ്റ്റഡി ടിപ്സിൻ്റെ വീഡിയോ ആണ് എക്സാമിൻ്റെ. അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ അവിടെ കൊടുത്തേക്കാം. അതിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ChatGPTനോട് എന്തൊക്കെ പറയണം എന്നുള്ളത്. അപ്പോൾ അതൊന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം കേട്ടോ ആ വീഡിയോയുടെ. ഞാൻ ആ ടു ഡു ലിസ്റ്റൊക്കെ എഴുതിയിട്ട് സ്റ്റിക്കി നോട്ടിൽ എഴുതിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇംഗ്ലീഷാണ് പഠിക്കായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ മൺഡേ എനിക്ക് ഇംഗ്ലീഷ് ആൻഡ് മലയാളം ഫസ്റ്റാണ് എക്സാം. അത് പഠിച്ച് തീർക്കണമല്ലോ. അപ്പോൾ ഇന്നും നാളെയായിട്ട് അത് പഠിച്ച് തീർക്കണം. ആൻഡ് ബാക്കിയുള്ളത് പഠിക്കാനുണ്ട്. അപ്പോൾ ഇംഗ്ലീഷിൽ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ഞാൻ മിക്കതും പഠിച്ചതാണ്. സെക്കൻഡ് ചാപ്റ്ററിലാണ് എനിക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ സ്റ്റഡി ടിപ്സിൻ്റെ കൂടെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞു പോകാം കേട്ടോ. നമ്മുടെ അടുത്ത സ്റ്റഡി ടിപ്പാണ് മെയിനായിട്ടുള്ള സ്റ്റഡി ടിപ്പ്. എന്താണെന്ന് വെച്ചാൽ അവോയ്ഡ് ഫോൺ ആൻഡ് ലാപ്ടോപ്പ് എക്സ്ട്രാ. എന്ന് വെച്ചാൽ അറിയാലോ, നമ്മുടെ ഫോണൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. എക്സാം ടൈമാണ്, നമുക്ക് നല്ല മാർക്ക് വേണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാം. നമ്മുടെ ഫ്യൂച്ചറിൽ മാർക്ക് എന്തായിരിക്കും, മാർക്ക് കുറഞ്ഞുള്ള അവസ്ഥ, അതൊക്കെ ഒന്ന് ആലോചിക്കുക. അതുകൊണ്ട് തന്നെ നമ്മളെ ഫോണൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ലാപ്ടോപ്പ്, TV അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കുറച്ച് ദിവസത്തേക്കല്ലേ, അതൊന്ന് അവോയ്ഡ് ചെയ്താൽ നമുക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് യൂസ് ചെയ്യാമല്ലോ. അപ്പോൾ അതാണ് മെയിനായിട്ടുള്ള ടിപ്പ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യണമെന്നുള്ളൂ. ബാക്കിയുള്ള ബാക്കി 2 ചാപ്റ്ററാണ് എക്സാമിനുള്ളതെന്ന് തോന്നുന്നു. ആ എക്സാമിന് 2 ചാപ്റ്റർ അല്ലെങ്കിൽ 3 ചാപ്റ്ററാണ് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2ാമത്തെ ചാപ്റ്റർ ഒന്ന് നോക്കാൻ പോകുകയാണ്. അപ്പോൾ നിങ്ങൾ എവിടെ വരെയായി, പഠിച്ചൊക്കെ കഴിഞ്ഞോ, പഠിച്ച് തുടങ്ങിയോ? അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണ് മിഡ് ടേം എക്സാം സ്റ്റാർട്ട് ആവണേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം. മിഡ് ടേം എക്സാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. ആൻഡ് മൺഡേ എന്താണ് എക്സാം എന്ന് കൂടി കമൻറ്റ് ചെയ്യുക. എക്സാം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മൺഡേ എക്സാം മലയാളം ഫസ്റ്റ് ആൻഡ് ഇംഗ്ലീഷാണ് കേട്ടോ. നമ്മുടെ അടുത്ത സ്റ്റഡി ടിപ്പാണ് ഫോക്കസ് ഓൺ ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആൻഡ് ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലാണ്. അപ്പോൾ ലൈക്ക് നമ്മൾ ധൃതിയിൽ പഠിക്കാതിരിക്കുമ്പോൾ എല്ലാം കൂടി ഇരുന്ന് അല്ലെങ്കിൽ 2-3 ചാപ്റ്റേഴ്സ് ഇരുന്നിങ്ങാട് പഠിക്കാതിരുന്ന ഒന്നും നമ്മുടെ തലയിൽ കയറത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫോക്കസ് ഓൺ ദി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് വെച്ചാൽ നമ്മളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആ ഒരു ചാപ്റ്ററിലുണ്ടാവും. അത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കാം. ബാക്കിയുള്ളത് പഠിക്കരുത് എന്നല്ല, അതും പഠിക്കാം. എന്നാലും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സിലായിരിക്കണം. മറ്റേതും കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചും പഠിച്ചൊക്കെ പോവുക. ഫോക്കസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സിലായിരിക്കണം കേട്ടോ. ഇവിടെ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുകയുള്ളൂ, ചാർജ് ഉണ്ടായില്ല ഫോണിൽ. അതുകൊണ്ട് ബാക്കി ഞാൻ ഹിന്ദിയും ബാക്കി മലയാളവും
മാത്സൊക്കെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് കേട്ടോ. അപ്പോൾ നിങ്ങളെന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാൻ ലൈക്ക് ചെയ്യുക. അടുത്ത എന്ത് വീഡിയോ ആണെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ എക്സാമൊക്കെ സ്റ്റാർട്ട് ചെയ്തോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഞാൻ എന്തായാലും റിപ്ലൈ ഒക്കെ തരാൻ ശ്രമിക്കാം കേട്ടോ. ഇവിടെ അടുത്ത സ്റ്റഡി ടിപ്പാണ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മേക്ക് യുവർ ഓൺ സമ്മറി നോട്ട്സ് ഇൻ യുവർ വേർഡ്സ്. എന്ന് വെച്ചാൽ നിങ്ങൾ പഠിക്കണ കാര്യം ഒന്ന് വായിച്ച് നോക്കാം. മനസ്സിലായതൊക്കെ ഒരു സമ്മറി നോട്ട്സ് ആയിട്ടൊരു നോട്ട്ബുക്ക് എടുത്ത് ആ ഒരു ചാപ്റ്ററിൻ്റെ സമ്മറി നിങ്ങളുടെ വേർഡ്സിൽ ഒന്ന് എഴുതി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി മെമ്മറൈസിങ് ആയിരിക്കും. എക്സാമൊക്കെ എഴുതുന്ന ടൈമിൽ ആ ടോപ്പിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ ഓൾറെഡി നോട്ട്സ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് പഠിച്ചാലും മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ടൈം സേവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ ലാസ്റ്റ് സ്റ്റഡി ടിപ്പാണ് ഡു ഓൾ ദി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. എന്ന് വെച്ചാൽ നമ്മളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ, മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ചെയ്തൊക്കെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കൊക്കെ മാറിയ കാരണം അധികം നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാൻ സാധ്യതയില്ല. മിക്ക ക്ലാസ്സുകളുടെ സിലബസൊക്കെ മാറിയോണ്ട് തന്നെ അധികം പ്രീവിയസ് ഇയർ ഉണ്ടാവില്ല. എന്നാലും കഴിഞ്ഞ വർഷത്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളൊരു 6 സ്റ്റഡി ടിപ്സാണ് പറഞ്ഞത്. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് എന്ത് വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുവാണ്. ഇംഗ്ലീഷ് അത്യാവശ്യം കുറേ തന്നെ പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പഠിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹിന്ദിയാണ് കേട്ടോ പഠിക്കാതിരുന്നത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത എന്ത് വീഡിയോ വേണം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ലൈക്ക് ഒന്നും ചെയ്യാൻ മറക്കരുത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.